ഇപ്പോൾ വൈറ്റമിൻ സപ്ലിമെന്റ്സിന്റെ കാലാണല്ലേ. നമ്മളെല്ലാവരും പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സപ്ലിമെന്റ്സ് എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം, ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ കിട്ടും എന്ന് നോക്കിയാലോ. വൈറ്റമിൻ D3 ആൻഡ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. വൈറ്റമിൻ D3 ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആണ്. അപ്പം ഇവ രണ്ടും നമ്മുടെ ആഫ്റ്റർ മീൽ, അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് നൈറ്റിൽ കഴിക്കാൻ പറ്റുന്ന സപ്ലിമെന്റ്സ് അവ രണ്ടാണ്. ഒന്ന് കാൽസ്യം, പിന്നൊന്ന് മഗ്നീഷ്യം. ഈ കാൽസ്യവും മഗ്നീഷ്യവും നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ, അതായത് നമ്മുടെ സ്ലീപ്പിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നു. അതുകൊണ്ട് ഇവ രണ്ടും രാത്രി കഴിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൽസ്യം അയണും ഒരേ സമയം കഴിക്കരുത്. ഇനി നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കേണ്ട വൈറ്റമിൻസ്: ഒന്ന് കൊളാജൻ, രണ്ടാമത് ഗ്ലൂട്ടതൈൻ. ഇവ രണ്ടും അബ്സോർവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് അബ്സോർവ് ചെയ്യും. പിന്നെയുള്ളത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ബയോട്ടിൻ ടാബ്ലറ്റ്. ഇവ മീൽസിൻ്റെ കൂടെ, അതായത് മീൽസ് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ താരം വൈറ്റമിൻ സി. സ്കിൻ ഗ്ലോ ചെയ്യാൻ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്. ഇത് കഴിക്കേണ്ടത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണ്. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ സിയും അയണും ഒരേ സമയം തന്നെ എടുക്കാം. ഇനി ലാസ്റ്റ് വൺ, നമ്മുടെ സിങ്ക്. സിങ്കിനൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നൈറ്റ് ടൈമിലായിരിക്കും സിങ്ക് എടുക്കുന്നത് ബെറ്റർ. ഇപ്പം മനസ്സിലായില്ലേ ഏതൊക്കെ സപ്ലിമെന്റ്സ് ഏതൊക്കെ സമയത്താണ് എടുക്കേണ്ടതെന്ന്? അപ്പം സപ്ലിമെന്റ്സ് എടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. Mediglow Cosmetology Center and Lifestyle Clinic. Book your appointments now.